എസ്ര അധ്യായം 6. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ദാരിയൂസ് രാജാവ് കൽപ്പന കൊടുത്ത പ്രകാരം അവർ ബാബേലിൽ വണ്ണാരം വച്ചിരിക്കുന്ന രേഖാമന്ദിരത്തിൽ പരിശോധിച്ചു. അവർ മേദ്യ സംസ്ഥാനത്തിലെ അഹ്മെദ രാജധാനിയിൽ ഒരു ചുരുൾ കണ്ടെത്തി. അതിൽ എഴുതിയിരിക്കുന്നത് എന്തെന്നാൽ, കോരേശ് രാജാവിൻ്റെ 1-ാം ആണ്ടിൽ കോരേശ് രാജാവ് കൽപ്പന കൊടുത്തത് യെരൂശലേമിലെ ദേവാലയം യാഗം കഴിക്കുന്ന സ്ഥലമായി പണിയണം. അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഉറപ്പായിടണം. അതിന് 60 മുഴം ഉയരവും 60 മുഴം വീതിയും ഉണ്ടായിരിക്കണം. വലിയ കല്ലുകൾ കൊണ്ട് 3 വരിയും പുതിയ ഉത്തരങ്ങൾ കൊണ്ട് 1 വരിയും ഉണ്ടായിരിക്കണം. ചെലവ് രാജാവിൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് കൊടുക്കണം. അതുകൂടാതെ നെബൂഖദ്നേസർ യെരൂശലേമിലെ ദേവാലയത്തിൽ നിന്നെടുത്ത് ബാബേലിലേക്ക് കൊണ്ടുവന്ന ദേവാലയം വക പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങൾ മടക്കി കൊടുക്കുകയും അവ യെരൂശലേമിലെ മന്ദിരത്തിൽ അതതിൻ്റെ സ്ഥലത്ത് വരത്തക്ക വിധത്തിൽ ദൈവാലയത്തിൽ വയ്ക്കുകയും വേണം. ആകയാൽ നദിക്കക്കരെ ദേശാധിപതിയായ തത്നായിയെ ശതർബോസ്നയെ നിങ്ങളും നദിക്കക്കരെയുള്ള അധികാരികളായ നിങ്ങളുടെ കൂടെയുള്ളവരും അവിടെ നിന്ന് അകന്നു നിൽക്കണം. ഈ ദൈവാലയത്തിൻ്റെ പണിക്കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. യഹൂദന്മാർ ഈ ദേവാലയം അതിൻ്റെ സ്ഥാനത്ത് തന്നെ പണിയട്ടെ. നിങ്ങൾ ഉപദ്രവം ചെയ്യരുത്. ഈ ദൈവാലയം പണിയേണ്ടതിന് നിങ്ങൾ യഹൂദന്മാരുടെ മൂപ്പന്മാർക്ക് ചെയ്യേണ്ടതിനെ കുറിച്ച് ഞാൻ കൽപ്പിക്കുന്നത് എന്തെന്നാൽ, നദിക്കക്കരെ പിരിക്കുന്ന കരമായ രാജാവിൻ്റെ വകയിൽ നിന്ന് ആ ആളുകൾക്ക് കാലതാമസം കൂടാതെ കൃത്യമായി ചെലവ് കൊടുക്കണം. അവർ സ്വർഗത്തിലെ ദൈവത്തിന് സൗരഭ്യവാസനയുള്ള യാഗം അർപ്പിക്കേണ്ടതിനും രാജാവിൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും ക്ഷേമത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിനും സ്വർഗത്തിലെ ദൈവത്തിന് ഹോമയാഗം കഴിപ്പാൻ അവർക്കാവശ്യമുള്ള കാളക്കിടാക്കൾ, ആട്ടുകൊറ്റന്മാർ, കുഞ്ഞാടുകൾ, ഗോതമ്പ്, ഉപ്പ്, വീഞ്ഞ്, എണ്ണ എന്നിവയും യെരൂശലേമിലെ പുരോഹിതന്മാർ പറയും പോലെ ദിവസം പ്രതി കുറവ് കൂടാതെ കൊടുക്കണം. ആരെങ്കിലും ഈ കൽപ്പന ലംഘിച്ചാൽ അവൻ്റെ വീടിൻ്റെ ഒരു ഉത്തരം വലിച്ചെടുത്ത് നാട്ടി അതിന്മേൽ അവനെ തൂക്കിക്കളയുകയും അവൻ്റെ വീട് കുപ്പക്കുന്നാക്കി കളയുകയും വേണം എന്ന് ഞാൻ കൽപ്പന കൊടുക്കുന്നു. അവിടെ കാണപ്പെട്ട ദൈവനാമം അവിടെ തന്നെ വസിക്കട്ടെ. ഇത് മാറ്റുവാനും യെരൂശലേമിലെ ഈ ദേവാലയം നശിപ്പിപ്പാനും തുനിയുന്ന ഏത് രാജാവും ജനവും ഉടനെ തന്നെ അവരുടെ നാമം നിർമൂലമാകട്ടെ എന്ന് ദാരിയൂസായ ഞാൻ കൽപ്പന കൊടുക്കുന്നു. ഇത് ഉത്സാഹപൂർവം നിവർത്തിക്കേണ്ടതാകുന്നു. അപ്പോൾ നദിക്ക് ഇക്കരെയുള്ള ഭരണാധിപതിയായ തത്നായിയും ശേതർബോസ്നായിയും അവരുടെ കൂടെയുള്ളവരും ദാരിയൂസ് രാജാവ് കൽപ്പിച്ചതുപോലെ തന്നെ ജാഗ്രതയോടെ ചെയ്തു. യഹൂദന്മാരുടെ മൂപ്പന്മാർ പണിതു. ഹഗ്ഗായി പ്രവാചകനും ഇത്തോയുടെ മകനായ സക്കറിയായും പ്രവചിച്ചതിനാൽ അവർക്ക് കാര്യസാധ്യം വന്നു. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരവും കോരേഷിൻ്റെയും ദാരിയൂസിൻ്റെയും പാർസി രാജാവായ അർത്തഹ്ഷിൻ്റെയും കൽപ്പന പ്രകാരവും അത് പണിതു തീർത്തു. ദാരിയൂസ് രാജാവിൻ്റെ വാഴ്ചയുടെ 6-ാം ആണ്ടിൽ ദാദൂർ മാസം 3-ാം തീയതി ആലയം പണിതു തീർന്നു. ഇസ്രായേൽ മക്കളും പുരോഹിതന്മാരും ലേവ്യരും പ്രവാസികളും സന്തോഷത്തോടെ ഈ ദൈവാലയത്തിൻ്റെ പ്രതിഷ്ഠ കഴിച്ചു.
ഈ ദൈവാലയത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് 100 കാളയെയും 200 ആട്ടുകൊറ്റനെയും 400 കുഞ്ഞാടിനെയും ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണപ്രകാരം എല്ലാ ഇസ്രായേലിനും വേണ്ടി പാപയാഗത്തിനായി 12 വെള്ളാട്ടുകൊറ്റനെയും യാഗം കഴിച്ചു. മോശയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ അവർ യെരൂശലേമിലുള്ള ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് പുരോഹിതന്മാരെ കൂറുകൂറായും ലേവ്യരെ ഭാഗം ഭാഗമായും നിർത്തി. 1-ാം മാസം 14-ാം തീയതി പ്രവാസികൾ പെസഹ ആചരിച്ചു. പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെ ഒരുപോലെ ശുദ്ധീകരിച്ചിരുന്നു. എല്ലാവരും ശുദ്ധിയുള്ളവരായിരുന്നു. അവർ സകല പ്രവാസികൾക്കും തങ്ങളുടെ സഹോദരന്മാരായ പുരോഹിതന്മാർക്കും തങ്ങൾക്കും വേണ്ടി പെസഹ അറുത്തു. അങ്ങനെ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ഇസ്രായേൽ മക്കളും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കേണ്ടതിന് ദേശത്തെ വിജാതീയ അശുദ്ധി വെടിഞ്ഞു വന്നവർ എല്ലാം പെസഹ ഭക്ഷിച്ചു. ദൈവം അവരെ സന്തോഷിപ്പിക്കുകയും ഇസ്രായേലിൽ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിൻ്റെ പണിയിൽ അവരെ സഹായിക്കുവാൻ അസൂർ രാജാവിൻ്റെ ഹൃദയത്തെ അവർക്ക് അനുകൂലമാക്കുകയും ചെയ്തതുകൊണ്ട് അവർ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ 7 ദിവസം സന്തോഷത്തോടെ ആചരിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.